ഹായ് അസ്സലാമു അലൈക്കും. ഇന്നത്തെ വീഡിയോ വൈകുന്നേരത്തെ കുറച്ച് വിശേഷങ്ങളാണ് കേട്ടോ. ഒരു കുഞ്ഞു വീഡിയോ ആണ്. അപ്പോൾ വീഡിയോ കാണുമ്പോൾ തന്നെ ഒരു ലൈക്ക് ബട്ടൺ പ്രസ് ചെയ്യാനും പിന്നെ എന്തെങ്കിലും കമൻ്റായിട്ട് അറിയിക്കാനും മറക്കരുത്. അപ്പോൾ ഇതാ ഇന്ന് വൈകുന്നേരം സ്നാക്കായിട്ട് കണ്ണപ്പാണ് കേട്ടോ റെഡിയാക്കണത്. അപ്പോൾ അതിൻ്റെ ഫില്ലിങ്ങൊക്കെ ഞാൻ നേരത്തെ റെഡിയാക്കി വെച്ചിട്ടുണ്ടായിരുന്നു. അത് കാരണം ഇതിൽ ഞാൻ അതിൻ്റെ റെസിപ്പിയും കാര്യങ്ങളൊന്നും ഇൻക്ലൂഡ് ആക്കിയിട്ടില്ല. ഫില്ലിങ് പിന്നെ നമ്മൾ സമൂസക്കും ഒക്കെ ഉണ്ടാക്കുന്ന അതേ ഒരു ഫില്ലിങ് തന്നെയാണ് കേട്ടോ. പിന്നെ ഇതാ കണ്ണപ്പത്തിനുള്ള മാവും റെഡിയാക്കിയിരിക്കണേ. 1 കപ്പ് കൈമ റൈസും 1 മുട്ടയും 1/2 കപ്പ് തേങ്ങയും 1 ടേബിൾ സ്പൂൺ ചോറും നല്ല ഫൈനായിട്ട് അരച്ചെടുത്തതാണ്. പിന്നെ ഇതിൻ്റെ പാകം എന്ന് പറയുന്നത് നല്ല കട്ടിയും പാടില്ല, നല്ല ലൂസാവാനും പാടില്ല. അതിൻ്റെ ഇടയിലുള്ള ഒരു പാകമാണ് കേട്ടോ. വീഡിയോയിൽ കണ്ടാൽ മനസ്സിലാവുമെന്ന് വിചാരിക്കുന്നു. ഇനിയിപ്പോൾ എല്ലാത്തിലും ഫില്ലിങ് വെച്ചുകൊടുക്കുക. ഫില്ലിങ് നമുക്ക് എത്രയാണോ ആവശ്യം അതിനനുസരിച്ചിട്ട് വെച്ചുകൊടുക്കാം കേട്ടോ. പിന്നെ മാവ് ഒഴിച്ചെടുക്കുമ്പോൾ അതിൻ്റെ ഹാഫ് ഭാഗമാണ് ഒഴിച്ചെടുക്കാൻ പറ്റുള്ളൂ. എന്നാലാണ് ഫില്ലിങ് നല്ലപോലെ വെച്ചുകൊടുക്കാൻ പറ്റുക. ഇനിയിപ്പോൾ അത് ആവിയിൽ ഒരു 15 മിനിറ്റ് വേവിച്ചെടുക്കുക. അപ്പോൾ ഇതാ ഞാൻ ചൂടാറിയതിന് ശേഷം തട്ടുന്ന എടുത്തുക്കണം കേട്ടോ. അപ്പോൾ നല്ല സോഫ്റ്റ് ആയിട്ടുള്ള കണ്ണപ്പാണ്, കഴിക്കാൻ നല്ല ടേസ്റ്റുമാണ്, ഓയിലൊന്നും ഇല്ലാത്ത കാരണം ഹെൽത്തിയുമാണ്. അപ്പോൾ ഇതാ ഞാൻ ബാക്കിയുള്ളതും കൂടി റെഡിയാക്കാൻ വെച്ചിരിക്കണ്. ഇനിയിപ്പോൾ ചായയും കാര്യങ്ങളൊക്കെ ഒന്ന് കുടിക്കുകയാണ്. ഇനിയിപ്പോൾ ഇന്ന് ചായ കുടിയും കാര്യങ്ങളൊക്കെ കഴിഞ്ഞിട്ട് ഇന്ന് ഞാൻ എല്ലാ ഗ്ലാസ്സും ഒന്ന് ക്ലീൻ ചെയ്യാൻ കേട്ടോ. ഇന്ന് രാവിലെ ക്ലീൻ ചെയ്യാമെന്ന് വിചാരിച്ചതായിരുന്നു. അപ്പോൾ ടൈം കിട്ടാത്ത കാരണം പിന്നെ വൈകുന്നേരം ചെയ്യാമെന്ന് വിചാരിച്ചു. അപ്പോൾ ഞാൻ ഗ്ലാസ്സുകൾ ക്ലീൻ ചെയ്യുമ്പോൾ എല്ലാ ഗ്ലാസ്സുകളും ഒന്നിച്ച് ഇതുപോലെ ഗ്ലാസ് ക്ലീനർ വെച്ചിട്ട് ക്ലീൻ ചെയ്യാൻ കേട്ടോ ചെയ്യാറ്. അങ്ങനെ എല്ലാ ഗ്ലാസ്സുകളും ക്ലീൻ ആക്കിട്ടോ. ഇനിയിപ്പോൾ മൈദീപ ബാങ്കും കാര്യങ്ങളൊക്കെ കൊടുക്കാനായിക്കണ്. കുറച്ച് പാത്രങ്ങൾ ഡിഷ് വാഷറിൽ ഫില്ല് ചെയ്യാണ്ടായിരുന്നു. അപ്പോൾ അതൊക്കെ ഒന്ന് ഫില്ല് ചെയ്തു. അപ്പോൾ ഇന്നത്തെ വിശേഷങ്ങൾ ഇതൊക്കെയാണ്. അടുത്ത നല്ലൊരു വീഡിയോ ആയിട്ട് കാണുന്നത് വരെ എല്ലാവർക്കും അസ്സലാമു അലൈക്കും.